Hi viewers, once again welcome to our channel HomeNotes. ഇന്നത്തെ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ DIY വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്നത്തെ കാലത്ത് യൂത്തിൻ്റെ ഒരു സ്പെഷ്യൽ ആഘോഷമാണ് വാലന്റൈൻസ് ഡേ. സോ ആ ഡേ ഏറ്റവും കളർഫുള്ളും മനോഹരമാക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഞാനും ആ ഒരു കാറ്റഗറിയാണ് കേട്ടോ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു DIY വീഡിയോ ആണ് ഇന്നത്തേത്. ₹1 പോലും മുതൽ മുടക്കില്ലാതെ നമ്മുടെ ഓൾഡ് ടീഷർട്ടിനെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ടീഷർട്ടാക്കി എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. 3 ഡിഫറെൻറ്റ് ഡിസൈൻസ് 3 ഡിഫറെൻറ്റ് ടീഷർട്ട് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ വാലന്റൈന് ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ദിവസം ഇടാനൊക്കെ പറ്റുന്ന ഒരു ടീഷർട്ടാണ്. നമുക്ക് ആദ്യത്തെ ഈസി ആൻഡ് സിമ്പിൾ ടീഷർട്ട് ഡിസൈൻ നോക്കാം. ഇതെൻ്റെ ഒരു ഓൾഡ് ടീഷർട്ടാണ്. പ്ലെയിൻ വൈറ്റ് കളർ ടീഷർട്ടാണ് ഈ ഡിസൈൻ ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ആഷ് കളർ എടുത്തത്. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്ത് അതിൽ ലവിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുക. ചാർട്ട് പേപ്പർ ആയാലും പ്രോബ്ലം ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ ലവ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള പോർഷനാണ് നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ ആവശ്യം. ആ പേപ്പർ നമ്മുടെ ടീഷർട്ടിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കുക. തുണിയിൽ ചുളിവൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ ഡിസൈൻ കറക്റ്റ് ആവില്ല. ആ പേപ്പർ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 സൈഡിലും ഇതുപോലെ ടേപ്പ് കൊണ്ട് അറ്റാച്ച് ചെയ്യണം. ലവിൻ്റെ പോർഷനിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ ടേപ്പ് ഒട്ടിച്ചാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക. ഡാർക്ക് ഷെയ്ഡിലൊന്നും വരയ്ക്കരുത്, നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ പാകത്തിന് മാത്രമേ വരയ്ക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ വരച്ച വരയെ ബേസ് ചെയ്തിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ ഇങ്ങനെ താഴെ വരെ ടേപ്പ് ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ പേപ്പർ കഴിഞ്ഞ് കുറച്ചും കൂടി ലെങ്ത്തിൽ നമ്മുടെ ടീഷർട്ടിൽ വേണം ഇതിൻ്റെ എൻഡ് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ. എന്നാലേ ഇത് പറിച്ചെടുക്കുമ്പോൾ കുറച്ച് എളുപ്പം ഉണ്ടാകത്തുള്ളൂ, ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പറിച്ചെടുക്കാൻ പറ്റുന്ന ഏത് ടൈപ്പ് ടേപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ട്രാൻസ്പെറൻറ്റ് കളർ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് നമ്മുടെ ടേപ്പ് ഒട്ടിക്കാത്ത ലവിൻ്റെ ഡിസൈനിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുക. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഈ ടീഷർട്ടിൻ്റെ ഉള്ളിൽ വയ്ക്കണം. ഇല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് ഈ ടീഷർട്ടിൻ്റെ ബാക്കിലേക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ ടേപ്പ് പറിച്ചു മാറ്റാൻ പാടുള്ളൂ, ഇല്ലെങ്കിലും ഈ പെയിൻറ്റ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്, ഞാൻ പറിച്ചു മാറ്റുകയാണ്. മെല്ലെ കെയർഫുള്ളായിട്ട് വേണം ഇത് പറിച്ചു മാറ്റാൻ. പറിച്ചു മാറ്റിയതിന് ശേഷം ഫ്രീ ഹാൻഡായിട്ട് ഒന്നും കൂടി അതിൻ്റെ എഡ്ജസിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കുറച്ചും കൂടി ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. പിന്നെ എൻ്റെ ഡിസൈനിന് താഴെ ടെയിലില്ലായിരുന്നു. ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്ത് വന്നപ്പോൾ ആ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാനത് ഫ്രീ ഹാൻഡായിട്ട് വരച്ച് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആദ്യത്തെ സിമ്പിൾ ആൻഡ് ഈസി ഡിസൈൻ. എങ്ങനെയുണ്ട്? ഇഷ്ടമായ എല്ലാവർക്കും? കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സിമ്പിൾ മെത്തേഡാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ആദ്യം തന്നെ കുറച്ച് പഴയ ക്ലോത്ത് എടുക്കുക. റെഡ് കളർ അല്ലെങ്കിൽ റെഡ് ഡിസൈൻ വരുന്ന ക്ലോത്ത് ആണെങ്കിൽ നല്ലത്, കാരണം നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ടീഷർട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള 2-3 ക്ലോത്ത് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. അതുപോലെ ക്യാൻവാസ് ഷീറ്റിൽ ലവിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തിട്ട് നമ്മൾ മുറിച്ച് വെച്ച തുണിയിൽ വെച്ച് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കണം. അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ തുണി ലവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി, കാരണം അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഞാനിത് മൂന്നും കട്ട് ചെയ്തെടുത്തു.
ഈ ടീഷർട്ടിലാണ് ഞാനിത് അറ്റാച്ച് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാനിത് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് മെഷീൻ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ ചിലപ്പോൾ പൊസിഷനൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ മുട്ടുസൂചി കൊണ്ട് അറ്റാച്ച് ചെയ്യുകയോ ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ആദ്യം ഞാൻ വലിയ ലവ് ഇങ്ങനെ ഗ്ലൂ ചെയ്തതിന് ശേഷം മെഷീനിൽ വെച്ച് ഇതിൻ്റെ എഡ്ജ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തു. സിംഗറിൻ്റെ മെഷീനാണ് എൻ്റേത്. അതിൽ കുറച്ച് എംബ്രോയിഡറി സ്റ്റിച്ചസ് ഉണ്ട്. അതിൽ ബട്ടൺ ഹോളിന് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് യൂസ് ചെയ്താണ് ഞാൻ ഇതിൻ്റെ എഡ്ജസ് അറ്റാച്ച് ചെയ്തത്. അത് കഴിഞ്ഞ് ബാക്കി 2 ലവും ഈ സെയിം മെത്തേഡിൽ അറ്റാച്ച് ചെയ്തു. അങ്ങനെ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഇങ്ങനെ നമുക്ക് പല ഡിസൈനും ചെയ്തെടുക്കാം. ഈ മെത്തേഡിൽ നമുക്ക് നമ്മുടെ ചുരിദാറും സാരിയും ഒക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് ഡിസൈനും സ്റ്റിച്ചിങ് മെഷീൻ യൂസ് ചെയ്യുന്ന ഒരു ഡിസൈനാണ്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടീഷർട്ടും അതിൻ്റെ കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു ക്ലോത്തും വേണം. പ്ലെയിൻ ടീഷർട്ടായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. എൻ്റെ ടീഷർട്ടിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരുന്നതാണ്, അതുകൊണ്ട് അത് അത്രയ്ക്ക് ഒരു എടുപ്പ് വന്നിട്ടില്ല. നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ലവിൻ്റെ ഷേപ്പിൽ പീസായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ലവിൻ്റെ ഷേപ്പ് വരയ്ക്കണം. എന്നിട്ട് നേരത്തെ ടീഷർട്ടിൽ നമ്മൾ ചെയ്തതുപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ടീഷർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ പകുതി മടക്കി ഓരോ ലൈനും ലവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ കോൺട്രാസ്റ്റ് കളറുള്ള ഒരു മെറ്റീരിയൽ കൂടി എടുക്കാൻ പറഞ്ഞില്ലേ, ആ തുണി നമ്മൾ ടീഷർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ബാക്കിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഗ്യാപ്പിലൂടെ ആ ക്ലോത്ത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു പഴയ ഷിമ്മയാണ്, ബ്ലാക്ക് കളറിലുള്ളത്. അത് സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ബ്ലാക്ക് മെറ്റീരിയൽ ടീഷർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ബാക്കിൽ വെച്ചിട്ട് പിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയോ അതും അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂ ചെയ്യുകയോ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഈ ലവ് ഷേപ്പിൽ ഈ ബ്ലാക്ക് ക്ലോത്തും നമ്മുടെ ടീഷർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പ് വരാൻ കൂടിയാണ് നമ്മൾ ആദ്യം ലവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തത്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 6 ആഗ് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി കട്ട് ചെയ്ത ഓരോ പീസും സ്റ്റിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാകത്തില്ല. അങ്ങനെ വൈറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്ത് ഞാൻ ഓരോ ലൈനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ടീഷർട്ട് ഡിസൈൻ കംപ്ലീറ്റ് ആയി. പ്ലെയിൻ വൈറ്റ് ടീഷർട്ടിൽ റെഡ് കളർ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള പഴയ ടീഷർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
എങ്ങനെയുണ്ട് എൻ്റെ ഈ 3 ഡിഫറെൻറ്റ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ടീഷർട്ട് ഡിസൈൻസ്? മിക്കവർക്കും ഒരു ദിവസത്തിന് വേണ്ടി ക്യാഷ് മുടക്കി സ്പെഷ്യൽ ടീഷർട്ട് വാങ്ങാൻ മടിയായിരിക്കും അല്ലേ? അതുമല്ല, അത് കഴിഞ്ഞാൽ പിന്നെ ആ ടീഷർട്ട് നമ്മൾ യൂസ് ചെയ്യുകയില്ല, ക്യാഷ് നഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ ഉള്ള ഒരു പോം വഴിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കയ്യിലുള്ള ഓൾഡ് ടീഷർട്ടിനെ ന്യൂ ഡിസൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ആ ദിവസം ഒന്ന് മിന്നിച്ചാലോ? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ.